നമസ്കാരം, എല്ലാവർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സാഹിത്യം എന്ന മേഖലയിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പാട്ട് പ്രസ്ഥാനം. പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് പാട്ടു സാഹിത്യമാണ്. പാട്ടു സാഹിത്യത്തിൻ്റെ ലക്ഷണം നിർണയിച്ചിരിക്കുന്ന കൃതിയാണ് ലീലാതിലകം. അപ്പോൾ ലീലാതിലകം എന്ന കൃതിയിലാണ് പാട്ട് സാഹിത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത്. അപ്പോൾ ലീലാതിലകം എന്ന കൃതി മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം ചെയ്യുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. തമിഴ് അക്ഷരമാലയിൽ എഴുതിയതും യതുക, മോന എന്നീ പ്രാസങ്ങൾ ഉള്ളതും ദ്രാവിഡ വൃത്തങ്ങളിൽ എഴുതിയതുമായ കാവ്യങ്ങളാണ് പാട്ടുകൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാട്ടുകൃതികൾ എന്നാണ് പറയുന്നത്? തമിഴ് അക്ഷരമാലയിൽ എഴുതിയതും അതുപോലെ യതുക, മോന എന്നീ പ്രാസങ്ങളുള്ളതും, അപ്പോൾ പ്രാസങ്ങളുടെ പേരാണ് യതുക, മോന എന്നിവ, ദ്രാവിഡ വൃത്തങ്ങളിൽ എഴുതിയതുമായ കാവ്യങ്ങളാണ് പാട്ടുകൃതികൾ. അപ്പോൾ ഇതിൻ്റെ വൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദ്രാവിഡ വൃത്തത്തിലാണ് ഇത് എഴുതുന്നത് കേട്ടോ. 164 പടലങ്ങളും 1814 ശീലുകളും അടങ്ങിയ ചീരാമകവി രചിച്ച രാമചരിതമാണ് മലയാളത്തിലെ ആദ്യ പാട്ടുകൃതി. അപ്പോൾ മലയാളത്തിലെ ആദ്യ കൃതിയാണ് രാമചരിതം. രാമചരിതം രചിച്ചത് ചീരാമകവിയാണ്. ഇതിൽ 164 പടലങ്ങളും 1814 ശീലുകളുമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് പടലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമചരിതത്തിലെ അധ്യായങ്ങളെയാണ് നമ്മൾ പടലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 164 പടലങ്ങളും 1814 ശീലുകളുമുണ്ട്. രാമചരിതം രചിച്ചത് രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാമചരിതം കൃതി രചിച്ചിരിക്കുന്നത്. അയ്യിപ്പിള്ള ആശാൻ, അയ്യിനിപ്പിള്ള ആശാൻ എന്നിവരാണ് കോവളം കവികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യിപ്പിള്ള ആശാനും അയ്യിനപ്പിള്ള ആശാനുമാണ്. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ സമ്പൂർണ്ണ രാമായണ കൃതിയാണ് രാമകഥാപാട്ട്. അപ്പം മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ സമ്പൂർണ്ണ രാമായണ കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമായണപ്പാട്ടാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണ രാമായണ പാട്ട് എന്ന് ചോദിച്ചാലും രാമകഥാ പാട്ടാണ്. പാട്ട് പ്രസ്ഥാനത്തിലെ ജനകീയ കാവ്യമായ രാമകഥാപാട്ട് രചിച്ചത് അയ്യിപ്പിള്ള ആശാനാണ്. അപ്പോൾ ഇത് രചിച്ചത് രാമകഥാപാട്ട് രചിച്ചത് അയ്യിപ്പിള്ള ആശാനാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന ലഘുവാദ്യം ഉപയോഗിച്ച് പാടിയിരുന്ന പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. അപ്പം ചന്ദ്രവളയം എന്ന ലഘുവാദ്യം ഉപയോഗിച്ച് പാടിയിരുന്ന ഒരു പാട്ടുകൃതിയാണ് രാമകഥാപാട്ട്. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാടിയിരുന്ന പാട്ടാണ്. അപ്പോൾ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ സമ്പൂർണ്ണ രാമായണ കൃതിയാണ് രാമകഥാപാട്ട് എന്ന് ഓർക്കുക. അടുത്തത് ഭരതം പാട്ടാണ്. അപ്പോൾ ഭരതം പാട്ട് രചിച്ചത് അയ്യിനപ്പിള്ള ആശാനാണ്. രാമകഥാപാട്ട് രചിച്ചത് ആരായിരുന്നു? അയ്യിപ്പിള്ള ആശാനാണ്. ഭരതം പാട്ട് രചിച്ചത് അയ്യിനിപ്പിള്ള ആശാനാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ചുള്ള പാട്ടുകൃതിയാണ് ഗോവിന്ദൻ രചിച്ച തിരുനിഴൽമാല. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ചുള്ള പാട്ടുകൃതിയാണ് ഗോവിന്ദൻ രചിച്ച തിരുനിഴൽമാല. അപ്പോൾ തിരുനിഴൽമാല എന്ന കൃതി ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ചുള്ള പാട്ടുകൃതിയാണ്. ഇത് രചിച്ചത് ഗോവിന്ദനാണ്. അടുത്തത് ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭക്തിപ്രസ്ഥാനം കണ്ണശന്മാർ എന്നറിയപ്പെടുന്ന നിരണം കവികളുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. അപ്പോൾ കണ്ണശന്മാരെന്നറിയപ്പെടുന്നത് നിരണം കവികളാണ്. അപ്പോൾ കണ്ണശന്മാരെന്നറിയപ്പെടുന്ന നിരണം കവികളുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ, മാധവപ്പണിക്കർ,
ശങ്കരപ്പണിക്കർ എന്നിവരാണ്. അപ്പം നിരണം കവികൾ എന്നറിയപ്പെടുന്നത് 3 പേരാണ്: രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ. അതായത് അവരുടെ പൂർണ്ണമായ പേരാണ് നിരണത്തു രാമൻ, മലയൻകീഴ് മാധവൻ, വെള്ളാങ്ങല്ലൂർ ശങ്കരൻ. അപ്പോൾ നിരണം കവികൾ എന്നറിയപ്പെടുന്നത് നിരണത്തു രാമൻ, മലയൻകീഴ് മാധവൻ, വെള്ളാങ്ങല്ലൂർ ശങ്കരൻ എന്നിവരാണ്. അപ്പോൾ ഇവരെ പൊതുവെ രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമമാണ് തിരുവല്ലയിലെ നിരണം. അപ്പോൾ കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമമാണ് തിരുവല്ലയിലെ നിരണം. കണ്ണശ സ്മാരകം നിരണം കവികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. അപ്പോൾ മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം രചിച്ചത് രാമപ്പണിക്കരാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം കൃതിയാണ് കണ്ണശ രാമായണം. അത് രചിച്ചത് രാമപ്പണിക്കരാണ്. അപ്പോൾ നിരണത്ത് രാമൻ അല്ലെങ്കിൽ രാമപ്പണിക്കരാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം രചിച്ചത്. രാമപ്പണിക്കരുടെ മറ്റ് കൃതികളാണ് കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മാഹാത്മ്യം തുടങ്ങിയവ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം, ശിവരാത്രി മാഹാത്മ്യം തുടങ്ങിയവ. മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമായ ഭരതമാല രചിച്ചത് ശങ്കരപ്പണിക്കരാണ്. അപ്പോൾ മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യം ആയ ഭരതമാല, മഹാഭാരത കാവ്യമായ ഭരതമാല രചിച്ചത് ശങ്കരപ്പണിക്കരാണ്. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് മാധവപ്പണിക്കരാണ്. അപ്പോൾ ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ആളാണ് മാധവപ്പണിക്കർ. മാധവപ്പണിക്കർ ഭഗവത്ഗീതയ്ക്ക് നൽകിയ പരിഭാഷയാണ് ഭാഷാ ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാധവപ്പണിക്കർ ഭഗവത്ഗീതയ്ക്ക് നൽകിയ പരിഭാഷയാണ് ഭാഷാ ഭഗവത്ഗീത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കണ്ണശന്മാരെന്നറിയപ്പെടുന്ന നിരണം കവികളാണ്. അപ്പം നിരണം കവികൾ എന്നറിയപ്പെടുന്നത് രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, അതുപോലെ ശങ്കരപ്പണിക്കർ എന്നിവരാണ്. അവരുടെ യഥാർത്ഥ പേരാണ് നിരണത്ത് രാമൻ, മലയൻകീഴ് മാധവൻ, അതുപോലെ വെള്ളാങ്ങല്ലൂർ ശങ്കരൻ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം രചിച്ചത് രാമപ്പണിക്കരാണ്. അതുപോലെ മലയാളത്തിൽ ആദ്യമുണ്ടായ മഹാഭാരത കാവ്യമായ ഭരതമാല രചിച്ചത് ശങ്കരപ്പണിക്കരാണ്. ഭഗവത്ഗീത ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് മാധവപ്പണിക്കർ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് മണിപ്രവാള പ്രസ്ഥാനത്തെ പറ്റിയാണ്. മണിപ്രവാള പ്രസ്ഥാനം 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. അതായത് മലയാളവും അതുപോലെ സംസ്കൃതവും ഈ 2 ഭാഷകളും കൂടിക്കലർന്ന ഒരു സങ്കര ഭാഷയാണ് മണിപ്രവാളം. മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ്. 9-10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായിരുന്നു കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ. അപ്പോൾ ആദ്യത്തെ മണിപ്രവാള രചനകൾ രചിച്ചെന്ന് കരുതുന്നത് തോലനാണ്. തോലൻ എന്ന കവിയാണ്. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ പ്രാചീന മലയാള ചമ്പുക്കളായ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവയാണ്. അപ്പം മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതികൾ പ്രാചീന മലയാള ചമ്പുക്കളായിരുന്ന ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, അതുപോലെ ഉണ്ണിയാടി ചരിതം എന്നിവയാണ്. ആദ്യത്തെ മണിപ്രവാള കൃതിയാണ് വൈശികതന്ത്രം. അപ്പോൾ ആദ്യം മണിപ്രവാള കൃതി ഏതാണ്? അത് വൈശികതന്ത്രം എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ആദ്യ ചമ്പു കൃതിയാണ് ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവ് തേവൻ ചിരികുമാരൻ. അപ്പോൾ ആദ്യത്തെ ചമ്പുകൃതിയായ
ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ കർത്താവ് തേവൻ ചിരികുമാരനാണ്. അപ്പോൾ ആദ്യത്തെ ചമ്പുകൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. അത് രചിച്ചത് തേവൻ ചിരികുമാരൻ അല്ലെങ്കിൽ ദേവൻ ശ്രീകുമാരനാണ്. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി എന്നറിയപ്പെടുന്നത് ചന്ദ്രോത്സവമാണ്. അപ്പോൾ പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി ഏതാണ്? ചന്ദ്രോത്സവമാണ്. ചന്ദ്രോത്സവം ആദ്യ മണിപ്രവാള കൃതിയായിട്ട് അറിയപ്പെടുന്നത് വൈശിക തന്ത്രമാണ്. പ്രാചീന മലയാളത്തിലെ അവസാന കൃതി എന്നറിയപ്പെടുന്നത് ചന്ദ്രോത്സവമാണ്. അപ്പോൾ ആദ്യ ചമ്പുകൃതി ഏതാണ്? ഉണ്ണിയച്ചി ചരിതമാണ്. അത് രചിച്ചത് ദേവൻ ശ്രീകുമാരനാണ്. അപ്പോൾ എന്താണ് ഈ ചമ്പു എന്ന് പറയുന്നത്? പദ്യവും അതുപോലെ ഗദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യ രൂപത്തെയാണ് ചമ്പു എന്ന് പറയുന്നത്. അപ്പോൾ പദ്യവും ഗദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യ രൂപമാണ് ചമ്പു കൃതികളെന്ന് പറയുന്നത്. അരക്കവി എന്നറിയപ്പെടുന്ന പൂനം നമ്പൂതിരിയുടെ പ്രസിദ്ധ കാവ്യമാണ് രാമായണം ചമ്പു. അപ്പം അരക്കവി എന്നറിയപ്പെടുന്നത് പൂനം നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാവ്യമാണ് രാമായണം ചമ്പു. ഭാഷാനൈഷധം ചമ്പുവിൻ്റെ കർത്താവ് മഴമംഗലം നമ്പൂതിരിയാണ്. അപ്പം മഴമംഗലം നമ്പൂതിരിയാണ് ഭാഷാനൈഷധം ചമ്പു രചിച്ചത്. ചെല്ലൂർ നാദോദയം, തെങ്കല നാദോദയം, നാരായണീയം ചമ്പു എന്നിവ നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചമ്പുകൃതികളാണ്. അപ്പം നീലകണ്ഠൻ നമ്പൂതിരി എഴുതിയ ചമ്പുകൃതികളാണ് ചെല്ലൂർ നാദോദയം, തെങ്കല നാദോദയം, നാരായണീയം ചമ്പു എന്നിവ. അത് ചെറുശ്ശേരിനെ കുറിച്ച് നമുക്ക് നോക്കാം. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി. അപ്പോൾ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നാണ് അറിയപ്പെട്ടത്. ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിൽ ഉണ്ടായിരുന്ന കവിയായിരുന്നു ചെറുശ്ശേരി. ഇദ്ദേഹത്തെ ഋതുക്കളുടെ കവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായിരുന്ന കാവ്യമായ കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. അപ്പോൾ കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. അപ്പോൾ ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ വൃത്തമാണ് മഞ്ജരി വൃത്തം. അപ്പം മഞ്ജരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള മലയാളത്തിൻ്റെ ആദ്യ രൂപം കാണപ്പെടുന്ന കൃതിയായ കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ്. അപ്പോൾ ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം. അപ്പോൾ കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ പറ്റിയാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട് കൃതി. അപ്പം മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട് എന്നറിയപ്പെടുന്നത് ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. ഇത് രചിച്ചത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ രചിച്ച മറ്റു പ്രധാന കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട്, അതുപോലെ ഹരിനാമ കീർത്തനം, 24 വൃത്തം എന്നിവ. അപ്പോൾ എഴുത്തച്ഛൻ രചിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം എന്നിവ. രാമായണം കിളിപ്പാട്ട് രചിച്ചത് കോട്ടയം കേരളവർമ്മയാണ്. അപ്പോൾ രാമായണം കിളിപ്പാട്ട് രചിച്ചത് കോട്ടയം കേരളവർമ്മയാണ്. ആധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എന്നാൽ രാമായണം കിളിപ്പാട്ട് രചിച്ചത് കോട്ടയം കേരളവർമ്മയാണ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. അപ്പോൾ പഞ്ചതന്ത്രം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പോൾ കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. മഹാകവി വള്ളത്തോളാണ്
പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ എഴുത്തച്ഛനെ പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. അടുത്തത് തുള്ളൽ പ്രസ്ഥാനമാണ്. തുള്ളൽ പ്രസ്ഥാനം. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ എന്ന വാക്കിൻ്റെ അർത്ഥം നൃത്തം എന്നാണ്. അപ്പോൾ തുള്ളൽ എന്ന വാക്കിൻ്റെ അർത്ഥം നൃത്തം എന്നാണ്. 3 പ്രധാനപ്പെട്ട തുള്ളൽ രീതികളാണുള്ളത്. 3 പ്രധാനപ്പെട്ട തുള്ളലാണുള്ളത്. ഏതൊക്കെയാണ്? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട തുള്ളൽ രൂപങ്ങളുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതിയും കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയുമാണ് കല്യാണ സൗഗന്ധികം. അപ്പോൾ മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കല്യാണ സൗഗന്ധികമാണ്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയും കല്യാണ സൗഗന്ധികമാണ്. അപ്പോൾ കല്യാണ സൗഗന്ധികം രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതിയായിട്ട് അറിയപ്പെടുന്നത്. ഇത് ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ രചിച്ച കല്യാണ സൗഗന്ധികം എന്നറിയപ്പെടുന്ന തുള്ളൽ കൃതി ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഓട്ടൻ തുള്ളലിൻ്റെ പ്രധാനപ്പെട്ട വൃത്തം തരങ്കിണിയാണ്. അപ്പോൾ തരങ്കിണിയാണ് ഓട്ടൻ തുള്ളലിൻ്റെ പ്രധാന വൃത്തം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികളാണ് സ്യമന്തകം, ഘോഷയാത്ര, കിരാതം വഞ്ചിപ്പാട്ട്, സന്താനഗോപാലം, കല്യാണ സൗഗന്ധികം, ഹരിണീ സ്വയംവരം, ഭഗവതം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, കൃഷ്ണലീല, ബാലി വിജയം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ. അപ്പോൾ സ്യമന്തകം, ഘോഷയാത്ര, കിരാതം വഞ്ചിപ്പാട്ട്, സന്താനഗോപാലം, കല്യാണ സൗഗന്ധികം, ഹരിണീ സ്വയംവരം, ഭഗവതം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, കൃഷ്ണലീല എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതിൽ ബാലി വിജയം ഓട്ടൻതുള്ളൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ബാലി വിജയം ഓട്ടൻതുള്ളലാണ്. ഇതിൽ മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയാണ് ഘോഷയാത്ര. അപ്പോൾ മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥയാണ് ഘോഷയാത്ര. മോഹിനിയാട്ടത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ച മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് നളചരിതം, കിളിപ്പാട്ട്, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം എന്നിവ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആട്ടക്കഥാ പ്രസ്ഥാനത്തെ പറ്റിയാണ്. ആട്ടക്കഥാ പ്രസ്ഥാനം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. അപ്പോൾ കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്നാണ്. അപ്പോൾ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയായ രാമനാട്ടത്തിൻ്റെ രചയിതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. വീരവിരാട കുമാരവിഭോ എന്നു തുടങ്ങുന്ന വരികൾ രചിച്ചത് ഇരയമ്മൻ തമ്പിയാണ്. അപ്പോൾ ഇരയമ്മൻ തമ്പി രചിച്ച വരികളാണ് വീരവിരാട കുമാരവിഭോ എന്നത്. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ഇരയമ്മൻ തമ്പി. ഇരയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നിവ. അപ്പോൾ ഇരയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം എന്നിവ. ഇദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട ഒരു താരാട്ട് പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ടിൻ്റെ രചയിതാവും ഇരയമ്മൻ തമ്പിയാണ്. അടുത്തത് കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ്. അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥകളാണ് ഭഗവതം, കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ് ഭഗവതം,
കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം എന്നിവ. അപ്പോൾ ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം എന്നിവ കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ്. അപ്പോൾ ഓർക്കുക, ഭഗവതം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. എന്നാൽ ഭഗവതം എന്ന തുള്ളൽ കൃതി രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ഭഗവതം എന്ന തുള്ളൽ കൃതി രചിച്ചത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും ഭഗവതം എന്ന ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനുമാണ്. അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. എന്നാൽ കല്യാണ സൗഗന്ധികം എന്ന തുള്ളൽ കൃതി രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. അതുപോലെ കല്യാണ സൗഗന്ധികം എന്ന കവിത രചിച്ചത് വയലാറാണ്. അപ്പോൾ നമുക്കിത് മാറിപ്പോകുന്ന സാധനമാണ്. അപ്പോൾ കല്യാണ സൗഗന്ധികം എന്ന കവിത രചിച്ചത് വയലാറാണ്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതി രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ്റെ മറ്റ് ആട്ടക്കഥകളാണ് കിർമീരവധം, നിവാത കവച കാലകേയ വധം എന്നിവ. അതുപോലെ അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥകളാണ് അംബരീക്ഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, പ്രൗഢകവധം എന്നിവ. അപ്പോൾ അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥകളാണ് അംബരീക്ഷ ചരിതം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, പ്രൗഢകവധം എന്നിവ. അതുപോലെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ആട്ടക്കഥകളാണ്, അല്ലെങ്കിൽ ധർമ്മരാജാവിൻ്റെ ആട്ടക്കഥകളാണ് സുഭദ്രാപഹരണം, രാജസൂയം എന്നിവ. അപ്പോൾ സുഭദ്രാപഹരണം, രാജസൂയം എന്നിവ കാർത്തിക തിരുനാളിൻ്റെ അല്ലെങ്കിൽ ധർമ്മരാജാവിൻ്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ്. മലയാളത്തിൻ്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. അപ്പം നളചരിതം ആട്ടക്കഥ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ ശാകുന്തളം എന്നും അതുപോലെ കേരളത്തിൻ്റെ ശാകുന്തളം എന്നൊക്കെ അറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ഇത് എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആട്ടക്കഥയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം നളചരിതം ആട്ടക്കഥ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആട്ടക്കഥയായിട്ടാണ് അറിയപ്പെടുന്നത്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവിയെന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തിയാണ് ഉണ്ണായി വാര്യർ. ആരെയും അനുകരിക്കാത്ത, അതുപോലെ ആർക്കും അനുകരിക്കാനാകാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി മാഷാണ്. അപ്പം നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ആണ്. എൻ വി കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതവും ചിത്രാംഗതയും. അപ്പോൾ എൻ വി കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതവും ചിത്രാംഗതയും. അടുത്തത് നമ്മൾ നോക്കുന്നത് വെൺമണി പ്രസ്ഥാനത്തെ പറ്റിയാണ്. വെൺമണി പ്രസ്ഥാനം. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി എന്നിവരാണ്. അപ്പോൾ വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരിയും വെൺമണി മഹൻ നമ്പൂതിരിയുമാണ്. വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖരാണ് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹൻ നമ്പൂതിരി എന്നിവർ. കൊടുങ്ങല്ലൂർ രാജകുടുംബം. മലയാളം കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ. അപ്പോൾ വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാന രചനകളാണ്, ഇപ്പോൾ വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖരായിട്ട് അറിയപ്പെടുന്നത് പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, അതുപോലെ പൂന്തോട്ടൻ മഹൻ നമ്പൂതിരി, അതുപോലെ കൊടുങ്ങല്ലൂർ രാജകുടുംബമൊക്കെ വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖ വ്യക്തികളായിട്ടാണ് അറിയപ്പെടുന്നത്. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട രചനകളാണ് പൂരപ്രബന്ധം, അംബോപദേശം, ഭൂതിഭൂഷചരിതം എന്നിവ. അപ്പോൾ ഇത് രചിച്ചത് വെൺമണി മഹൻ നമ്പൂതിരിയാണ്. അപ്പോൾ പൂരപ്രബന്ധം, അംബോപദേശം, ഭൂതിഭൂഷചരിതം എന്നിവ രചിച്ചത്
വെൺമണി മഹൻ നമ്പൂതിരിയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് ത്രിപുരദഹനം, അതുപോലെ അജ്ഞാതവാസം, ഹിരണ്യാക്ഷവധം എന്നിവ. അപ്പോൾ വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് ത്രിപുരദഹനം, അജ്ഞാതവാസം, ഹിരണ്യാക്ഷവധം എന്നിവ. ഇതിലെ പ്രധാനപ്പെട്ട വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട തുള്ളലുകളാണ് കുചേലവൃത്തം, ജൂബിലി മഹോത്സവം എന്നിവ. അപ്പോൾ കുചേലവൃത്തം, ജൂബിലി മഹോത്സവം എന്നിവ ഇതിലെ പ്രധാനപ്പെട്ട തുള്ളലുകളാണ്. നാടകങ്ങളാണ് അതിമോഹം, പ്രച്ഛന്ന പാണ്ഡവം എന്നിവ. അപ്പം ഇതിലെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് അതിമോഹം, പ്രച്ഛന്ന പാണ്ഡവം. അടുത്തത് സന്ദേശകാവ്യങ്ങളാണ്. സന്ദേശകാവ്യങ്ങൾ. ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യമായിട്ട് കരുതപ്പെടുന്നത്. അപ്പം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. 1081 രസികരഞ്ജിനി മാസികയിലാണ് ഈ നീലി സന്ദേശം ആദ്യമായിട്ട്, ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ 1801 രസികരഞ്ജിനി മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലുണ്ടായ ആദ്യ സംസ്കൃത സന്ദേശ കാവ്യമാണ് ലക്ഷ്മീദാസൻ സംസ്കൃതത്തിലെഴുതിയ ശുഗസന്ദേശം. അപ്പോൾ ശുഗസന്ദേശം എഴുതിയത് ലക്ഷ്മീദാസനാണ്. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലുണ്ടായ ആദ്യ സംസ്കൃത സന്ദേശ കാവ്യമാണ് ശുഗസന്ദേശം. ഇത് രചിച്ചത് ലക്ഷ്മീദാസനാണ്. സംസ്കൃതത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളാണ് മയൂര സന്ദേശം. അപ്പം മലയാളത്തിലെ പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളാണ് മയൂര സന്ദേശം. അത് രചിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ടൊരു സന്ദേശകാവ്യമാണ് ഹംസ സന്ദേശം. ഹംസ സന്ദേശം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച സന്ദേശകാവ്യമാണ് ഹംസ സന്ദേശം. അതുപോലെ കോകില സന്ദേശം രചിച്ചത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ്. കോകില സന്ദേശം രചിച്ചത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ഗരുഡ സന്ദേശത്തിൻ്റെ ആളാണ് AR രാജരാജവർമ്മ. ഗരുഡ സന്ദേശം രചിച്ചത് AR രാജരാജവർമ്മയാണ്. അതുപോലെ ഭൂപസന്ദേശം, അതിൻ്റെ കർത്താവാണ് KM പണിക്കർ. ഭൂപസന്ദേശം രചിച്ചത് KM പണിക്കരാണ്. റാണി സന്ദേശം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ റാണി സന്ദേശം സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഭൂപസന്ദേശം KM പണിക്കർ. ഗരുഡ സന്ദേശം AR രാജരാജവർമ്മ. കോകില സന്ദേശം മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഹംസ സന്ദേശം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അടുത്തത് ഖണ്ഡകാവ്യ പ്രസ്ഥാനമാണ്. ഖണ്ഡകാവ്യ പ്രസ്ഥാനം മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. അപ്പം മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്ന മലയവിലാസമാണ്. ഇത് രചിച്ചത് AR രാജരാജവർമ്മയാണ്. അപ്പോൾ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസമാണ്. ഇത് രചിച്ചത് AR രാജരാജവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് കുമാരനാശാൻ രചിച്ച വീണപൂവ്. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് വീണപൂവാണ്. അത് രചിച്ചത് കുമാരനാശാനാണ്. വയലാർ രചിച്ച ഖണ്ഡകാവ്യമാണ് ആയിഷ. അപ്പോൾ ആയിഷ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് വയലാറാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഖണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ. അപ്പോൾ കുടിയൊഴിക്കൽ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ഒരു വിലാപം, വിശ്വരൂപം എന്നിവ VC ബാലകൃഷ്ണ പണിക്കർ രചിച്ച ഖണ്ഡകാവ്യങ്ങളാണ്. അപ്പോൾ ഒരു വിലാപം, വിശ്വരൂപം എന്നിവ VC ബാലകൃഷ്ണ പണിക്കർ രചിച്ച ഖണ്ഡകാവ്യങ്ങളാണ്. ബാലാമണി അമ്മയുടെ ഖണ്ഡകാവ്യത്തിൻ്റെ പേരാണ് മഴുവിൻ്റെ കഥ. അപ്പം മഴുവിൻ്റെ കഥ എന്നത് ബാലാമണി അമ്മ രചിച്ച ഖണ്ഡകാവ്യമാണ്. കിളിവാതിൽ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് നെല്ലിക്കൽ മുരളീധരനാണ്. അപ്പം കിളിവാതിൽ എന്നത് നെല്ലിക്കൽ മുരളീധരൻ രചിച്ച ഖണ്ഡകാവ്യമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് മഹാകാവ്യ പ്രസ്ഥാനത്തെ പറ്റിയാണ്. മഹാകാവ്യ പ്രസ്ഥാനം മഹാകാവ്യങ്ങളുടെ വിഭാഗത്തിൽ മലയാള കവി എഴുതിയ ആദ്യ സംസ്കൃത മഹാകാവ്യമാണ് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണവിലാസം. ശ്രീകൃഷ്ണവിലാസം എന്ന
ആദ്യ സംസ്കൃത മഹാകാവ്യം രചിച്ചത് സുകുമാര കവിയാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പ് രചിച്ച രാമചന്ദ്രവിലാസമാണ്. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് കേശവീയം. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യത്തിൻ്റെ പേര് കേശവീയം എന്നാണ്. ഇത് രചിച്ചത് കെ സി കേശവപിള്ളയാണ്. കേശവീയം എന്ന മഹാകാവ്യം രചിച്ചത്. ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളാണ് ഉമാകേരളവും. അതുപോലെ ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട മഹാകാവ്യമാണ് ഉമാകേരളം. അതുപോലെ വള്ളത്തോളിൻ്റെ പ്രധാനപ്പെട്ട മഹാകാവ്യമാണ് ചിത്രയോഗം. ഇപ്പോൾ ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാകേരളം. അതുപോലെ വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് ചിത്രയോഗം. കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയവും സിസ്റ്റർ മേരി ബെഞ്ചീനയുടെ മാർത്തോമ വിജയവും മലയാള ഭാഷയിലുണ്ടായ മറ്റു മഹാകാവ്യങ്ങളാണ്. അപ്പോൾ കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം, അതുപോലെ സിസ്റ്റർ മേരി ബെഞ്ചീന രചിച്ച മാർത്തോമ വിജയം, ഇതും മലയാള ഭാഷയിലെ മഹാകാവ്യ പ്രസ്ഥാനത്തിൽപ്പെടുന്ന കൃതികളാണ്. മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രിയാണ് സിസ്റ്റർ മേരി ബെഞ്ചീന. മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രി എന്നറിയപ്പെടുന്നത് സിസ്റ്റർ മേരി ബെഞ്ചീനയാണ്. അടുത്തത് വിലാപകാവ്യ പ്രസ്ഥാനമാണ്. വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതിയായിട്ട് കണക്കാക്കുന്നത് CS സുബ്രഹ്മണ്യൻ പോറ്റി രചിച്ച ഒരു വിലാപമാണ്. അപ്പോൾ CS സുബ്രഹ്മണ്യൻ പോറ്റി രചിച്ച ഒരു വിലാപമാണ് വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതിയായിട്ട് കണക്കാക്കുന്നത്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ വിലാപകാവ്യമാണ് കണ്ണുനീർ തുള്ളി. അപ്പം നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പ്രസിദ്ധമായ വിലാപകാവ്യത്തിൻ്റെ പേരാണ് കണ്ണുനീർ തുള്ളി. അതുപോലെ AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. അപ്പോൾ AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം. വികാരതീവ്രമായ കവിതയിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചങ്ങമ്പുഴയുടെ സമകാലികനായിരുന്ന കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തെ തുടർന്ന് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അറിയാവുന്നതാണ്. അപ്പോൾ ഇടപ്പള്ളിയെക്കുറിച്ച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ വിലാപകാവ്യമാണ് രമണൻ. അടുത്തത് നോവലാണ്. നോവലുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഗദ്യസാഹിത്യത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്കുവഹിച്ച സാഹിത്യശാഖയാണ് നോവൽ. മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് പരിഗണിക്കുന്നത് അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലതയാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്നത് കുന്തലതയാണ്. അത് രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ട് കണക്കാക്കുന്നത് ഇന്ദുലേഖയാണ്. അപ്പം മലയാളത്തിലെ ആദ്യ നോവലായിട്ട് കണക്കാക്കുന്നത് കുന്തലതയാണ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ട് പരിഗണിക്കുന്നത് ഇന്ദുലേഖയാണ്. അത് രചിച്ചത് O ചന്തുമേനോനാണ്. അപ്പോൾ O ചന്തുമേനോനാണ് ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചത്. വർഷം 1889. കോഴിക്കോട് സ്പെക്ടേറ്റർ പ്രസ്സിലാണ് ഇന്ദുലേഖ എന്ന നോവൽ അച്ചടിച്ചത്. അപ്പോൾ കോഴിക്കോടുള്ള സ്പെക്ടേറ്റർ പ്രസ്സിലാണ് ഇന്ദുലേഖ എന്ന നോവൽ അച്ചടിച്ചത്. ചന്തുമേനോൻ്റെ അപൂർണ കൃതിയാണ് ശാരദ. അപ്പോൾ ചന്തുമേനോൻ്റെ പൂർണ്ണമാക്കാത്ത കൃതിയുടെ പേരാണ് ശാരദ. CV രാമൻ പിള്ള രചിച്ച മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ. അതുപോലെ സിനിമയാക്കിയ ആദ്യ നോവലും മാർത്താണ്ഡവർമ്മയാണ്. അപ്പം മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലിൻ്റെ പേരാണ് മാർത്താണ്ഡവർമ്മ. അത് രചിച്ചത് CV രാമൻ പിള്ളയാണ്. അപ്പോൾ സിനിമയാക്കിയ ആദ്യ ചരിത്ര നോവലും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണ് അവകാശികൾ. അപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്നത് അവകാശികളാണ്.
അത് രചിച്ചത് വിലാസിനിയാണ്. അപ്പോൾ വിലാസിനിയാണ് അവകാശികൾ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ നോവൽ രചിച്ചത്. മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവലാണ് ധൂമകേതുവിൻ്റെ ഉദയം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ എന്നറിയപ്പെടുന്നത് ധൂമകേതുവിൻ്റെ ഉദയമാണ്. അത് രചിച്ചത് സർദാർ KM പണിക്കരാണ്. അപ്പോൾ സർദാർ KM പണിക്കരാണ് മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവലായ ധൂമകേതുവിൻ്റെ ഉദയം രചിച്ചത്. ചങ്ങമ്പുഴ എഴുതിയ നോവലാണ് കളിത്തോഴി. അപ്പോൾ ചങ്ങമ്പുഴ എഴുതിയ നോവലിൻ്റെ പേരാണ് കളിത്തോഴി. ഓർക്കുക, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ നോവലിൻ്റെ പേര് ഏതാണ്? കളിത്തോഴി എന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന നോവൽ. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവലിൻ്റെ പേരാണ് ചെമ്മീൻ. അത് രചിച്ചത് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. അദ്ദേഹം കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലാണ് പ്രേമാമൃതം. അപ്പോൾ CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലിൻ്റെ പേരാണ് പ്രേമാമൃതം. നോവൽ ചരിത്രത്തിലെ ത്രിമൂർത്തികൾ എന്നും അതുപോലെ നവോത്ഥാന നോവലിസ്റ്റുകൾ എന്നും അറിയപ്പെടുന്നവരാണ് തകഴി ശിവശങ്കരപിള്ള, അതുപോലെ P കേശവദേവ്, ബഷീർ എന്നിവ. അപ്പോൾ തകഴി ശിവശങ്കരപിള്ള, P കേശവദേവ്, ബഷീർ എന്നിവർ മലയാള നോവൽ ചരിത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ നവോത്ഥാന നോവലിസ്റ്റുകളെന്നും അറിയപ്പെടുന്നത് ഇവരാണ്. തകഴി, P കേശവദേവ്, ബഷീർ എന്നിവരാണ്. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടാണ്. അപ്പം മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടാണ്. എന്നാൽ മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മയാണ്. അപ്പം മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടും മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണിയമ്മയുമാണ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. അപ്പം കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലിൻ്റെ പേരാണ് മരണ സർട്ടിഫിക്കറ്റ്. അത് രചിച്ചത് ആനന്ദാണ്. ആനന്ദ്. ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന്. അപ്പോൾ ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. അത് രചിച്ചത് P കേശവദേവാണ്. അതുപോലെ OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഗുരുസാഗരം. അപ്പോൾ ഗുരുസാഗരം എന്ന കൃതി രചിച്ചത് OV വിജയനാണ്. ഇതിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. അപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി. അത് രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി. അത് രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയത് മുട്ടത്ത് വർക്കിയാണ്. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയ വ്യക്തിയാണ് മുട്ടത്ത് വർക്കി. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KP അപ്പൻ്റെ കൃതിയാണ് മധുരം നിൻ്റെ ജീവിതം എന്നത്. അപ്പം മധുരം നിൻ്റെ ജീവിതം എന്നത് KP അപ്പൻ രചിച്ച കൃതിയാണ്. അതിന് 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടെ ദീർഘദർശനം ചെയ്തെഴുതിയ OV വിജയൻ്റെ നോവലാണ് ധർമ്മപുരാണം. അപ്പോൾ ധർമ്മപുരാണം രചിച്ചത് OV വിജയനാണ്. ധർമ്മപുരി എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ചുള്ള നോവലാണ് ധർമ്മപുരാണം. അപ്പോൾ ധർമ്മപുരാണം രചിച്ചത് OV വിജയനാണ്. അടിയന്തരാവസ്ഥയെ പ്രവാചക തുല്യമായ ഉൾക്കാഴ്ചയോടുകൂടി ദീർഘദർശനം ചെയ്തെഴുതിയ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ധർമ്മപുരാണം. ധർമ്മപുരി എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ചിട്ടുള്ള നോവലാണ് ധർമ്മപുരാണം എന്ന് പറയുന്നത്. 1969 പ്രസിദ്ധീകരിച്ച OV വിജയൻ്റെ പ്രധാനപ്പെട്ട മികച്ച നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പ്രസിദ്ധ നോവൽ രചിച്ചത് OV വിജയനാണ്. വർഷം 1969. SK പൊറ്റക്കാട് രചിച്ച കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ രചിച്ച അദ്ദേഹത്തിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലാണ് വിഷകന്യക എന്ന് പറയുന്നത്. SK പൊറ്റക്കാട് കേന്ദ്ര കഥാപാത്രമാകുന്ന M മുകുന്ദൻ്റെ നോവലാണ് പ്രവാസം.
എസ് കെ പൊറ്റക്കാട് കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവലിൻ്റെ പേര് പ്രവാസം എന്നാണ്. അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥാംശമുള്ള നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥാംശമുള്ള നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. അതുപോലെ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കഥയാണ് തലയോട്. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കഥയുടെ പേരാണ് തലയോട്. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അപ്പോൾ മലബാർ ലഹളയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നത്. അപ്പോൾ എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി, ഓർക്കുക എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലിൻ്റെ പേരാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. അപ്പോൾ പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവലിൽ മുഖ്യ കഥാപാത്രം ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. EMSനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ രചിച്ച നോവലാണ് കേശവൻ്റെ വിലാപങ്ങൾ. അപ്പോൾ കേശവൻ്റെ വിലാപങ്ങളിൽ പ്രതിപാദിക്കുന്നത് EMSനെ കുറിച്ചാണ്. ഇത് രചിച്ചിരിക്കുന്നത് എം മുകുന്ദനാണ്. അതുപോലെ ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവലാണ് ഗോവർദ്ധനൻ്റെ യാത്രകൾ. അപ്പോൾ ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന നോവലാണ് ഗോവർദ്ധനൻ്റെ യാത്രകൾ. ഇത് രചിച്ചിരിക്കുന്നത് ആനന്ദാണ്. CP രാമസ്വാമി അയ്യരെ കഥാപാത്രമാക്കി തകഴി രചിച്ച നോവലാണ് ഏണിപ്പടികൾ. അപ്പോൾ ഏണിപ്പടികൾ എന്ന തകഴി രചിച്ച നോവലിലെ കഥാപാത്രം CP രാമസ്വാമി അയ്യരാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N മോഹനൻ്റെ നോവലാണ് ഇന്നലത്തെ മഴ. അപ്പോൾ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന നോവലാണ് ഇന്നലത്തെ മഴ. അത് രചിച്ചത് N മോഹനനാണ്. ദസ്തയേവ്സ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരൻ്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി രചിച്ചിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ്. ഇതിൽ ദസ്തയേവ്സ്കിയുടെ കഥയാണ് പറയുന്നത്. അതുപോലെ നളചരിതം ആസ്പദമാക്കി സുമംഗല രചിച്ച നോവലാണ് അക്ഷഹൃദയം. നളചരിതത്തെ ആസ്പദമാക്കി സുമംഗല രചിച്ച നോവലാണ് അക്ഷഹൃദയം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ചാണ്. ചെറുകഥാ സാഹിത്യം. അപ്പോൾ മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. അത് രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വാസനാവികൃതി എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. അപ്പോൾ വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. പാരമ്പര്യവശാൽ കള്ളനായ ഇക്കണ്ട വാര്യക്കുറുപ്പിൻ്റെ കഥ പറയുന്ന ഒരു കഥയാണ് വാസനാവികൃതി. അദ്ദേഹമാണിതിലെ നായകൻ. സക്രിയയുടെ പ്രശസ്തമായ ഒരു കഥയാണ് അൽഫോൺസാമ്മയുടെ മരണവും ശവസംസ്കാരവും എന്നത്. മാധവിക്കുട്ടി, ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള എന്നിവർ പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ ചെറുകഥ എഴുതിയവരാണ്. അപ്പോൾ മലയാളത്തിൽ പൂവമ്പഴം എന്ന പേരിൽ ചെറുകഥ എഴുതിയവരാണ് മാധവിക്കുട്ടി, ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള എന്നിവർ. കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്ന കഥാകൃത്തായിരുന്നു കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ കാരൂർ നീലകണ്ഠപിള്ള കണ്ടപ്പൻ എന്ന തൂലികാനാമത്തിലാണ് ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്നത്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ശ്രദ്ധേയമായ ചെറുകഥകളാണ് പൊതിച്ചോറ്, മീൻകാരി, മരപ്പാവകൾ, മേൽവിലാസം, കാൽചക്രം എന്നിവ. ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ്
വിശപ്പ്, ആനപ്പൂട, നീലവെളിച്ചം, ഭൂമിയുടെ അവകാശികൾ, തേന്മാവ് എന്നിവ. അപ്പോൾ ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് വിശപ്പ്, ആനപ്പൂട, നീലവെളിച്ചം, ഭൂമിയുടെ അവകാശികൾ എന്നിവ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കഥകളാണ് കൃഷിക്കാരൻ, ഒരു കുട്ടനാടൻ കഥ, അതുപോലെ വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പൊക്കത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ, കൃഷിക്കാരൻ, അതുപോലെ ഒരു കുട്ടനാടൻ കഥ എന്നിവ തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധമായ ചെറുകഥകളാണ്. ഇനി ചെറുകഥാകൃത്തുക്കളും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും നമുക്കൊന്ന് നോക്കാം. ഉറൂബിൻ രചിച്ച ചെറുകഥകളാണ് വെളുത്ത കുട്ടി, രാച്ചിയമ്മ എന്നിവ. അപ്പോൾ ഉറൂബിൻ്റെ ചെറുകഥകളാണ് വെളുത്ത കുട്ടി, രാച്ചിയമ്മ. അതുപോലെ പൊൻകുന്നം വർക്കിയുടെ പ്രസിദ്ധമായ ചെറുകഥകളാണ് ശബ്ദിക്കുന്ന കലപ്പ, ഒരു പിശാചു കൂടി, വിത്ത് കാള, ആ വാഴവെട്ട് എന്നിവ. അപ്പോൾ പൊൻകുന്നം വർക്കിയുടെ പ്രസിദ്ധമായ ചെറുകഥകളാണ് ശബ്ദിക്കുന്ന കലപ്പ, ഒരു പിശാചു കൂടി, വിത്ത് കാള, ആ വാഴവെട്ട് എന്നിവ. ടി പത്മനാഭൻ്റെ പ്രസിദ്ധമായ ചെറുകഥകളാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഇതിൽ 1996 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, സാക്ഷിക്ക് 1974 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടി പത്മനാഭൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, സാക്ഷി എന്നിവ. അതുപോലെ മാധവിക്കുട്ടിയുടെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് നഷ്ടപ്പെട്ട നീലാംബരി, നെയ്പായസം, പക്ഷിയുടെ മണം, കടൽ മയൂരം, ചന്ദനമരങ്ങൾ, രാത്രിയുടെ പദവിന്യാസം എന്നിവ. അപ്പോൾ നഷ്ടപ്പെട്ട നീലാംബരി, നെയ്പായസം, പക്ഷിയുടെ മണം, കടൽ മയൂരം, ചന്ദനമരങ്ങൾ, രാത്രിയുടെ പദവിന്യാസം എന്നിവ രചിച്ചത് മാധവിക്കുട്ടിയാണ്. ഒ വി വിജയൻ രചിച്ച ചെറുകഥകളാണ് കടൽ തീരത്ത്, എട്ടുകാലി, കാറ്റു പറഞ്ഞ കഥ, ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി എന്നിവ. അപ്പോൾ കടൽ തീരത്ത് രചിച്ചത് ഒ വി വിജയനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ചെറുകഥകളാണ് എട്ടുകാലി, കാറ്റു പറഞ്ഞ കഥ, ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി എന്നിവ. എൻ എസ് മാധവൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഹിഗ്വിറ്റ രചിച്ചത് എൻ എസ് മാധവനാണ്. 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഹിഗ്വിറ്റ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ചൂളൈമേട്ടിലെ ശവങ്ങൾ എന്നത്. അതുപോലെ ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് സന്തോഷ് ഏച്ചിക്കാനമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കേരള സാഹിത്യവുമായി ഡിസ്കസ് ചെയ്ത സാഹിത്യം എന്ന മേഖലയിലെ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.